ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിൽ അറ്റ് 7 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ടറിൻ്റെ ക്വാളിറ്റി പാരാമീറ്റേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി പാരാമീറ്ററാണ്. അതായത് ടർബിഡിറ്റി എന്ന് പറയുന്ന ക്വാളിറ്റി പാരാമീറ്ററിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് 3 എണ്ണം ഉണ്ട്. ഫിസിക്കൽ ഉണ്ട്, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ അത് ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്ററിൽ വരുന്ന ഒന്നാണ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. ടർബിഡിറ്റി കൂടാതെ മറ്റ് ഫിസിക്കൽ വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് കളർ, ടേസ്റ്റ് ആൻഡ് ഓർഡർ, ടെമ്പറേച്ചർ, ഫോം, കണ്ടക്ടിവിറ്റി, ടോട്ടൽ ഡിസോൾവ് സോൾട്സ് എന്നിവയാണ്. അപ്പോൾ ഇതിലെല്ലാത്തിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടർബിഡിറ്റിയാണ്. ടർബിഡിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻസ് പലതവണയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ടർബിഡിറ്റി എന്താണ്, അത് എങ്ങനെയൊക്കെയാണ് വാട്ടറിനെ അഫക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ മെഷർമെൻറ്റ് രീതികൾ എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ ടെക്നിക്കൽ PSCയിൽ ടർബിഡിറ്റിയെ പറ്റി എന്തൊക്കെയാണ് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത്രയും കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ടർബിഡിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ടർബിഡിറ്റിയുടെ ഡെഫിനിഷനാണ്. ടർബിഡിറ്റി എന്താണെന്നുള്ളതാണ്. ദ മെഷർ ഓഫ് അബ്സോർപ്ഷൻ ഓർ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ ദ സസ്പെൻഡഡ് മെറ്റീരിയൽ പ്രസൻറ്റ് ഇൻ ദ വാട്ടർ ഇസ് നോൺ ആസ് ടർബിഡിറ്റി. അതായത് വെള്ളത്തിൽ സസ്പെൻഡഡ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്യിപ്പിക്കുകയോ ചെയ്യും. അപ്പോൾ ആ ഒരു വാട്ടറുടെ കഴിവ്, അങ്ങനെ സസ്പെൻഡഡ് മെറ്റീരിയൽസ് ഉള്ളപ്പോൾ അതിനെ സ്കാറ്റർ ചെയ്യിക്കാനോ അബ്സോർബ് ചെയ്യാനോ ഉള്ള ആ ഒരു കഴിവിനെ പറയുന്ന പേരാണ് ടർബിഡിറ്റി എന്നുള്ളത്. അതൊരു കഴിവല്ല, മറിച്ച് അത് ഒരു ഡിഫക്റ്റായിട്ടാണ് നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിൽ വരുന്നത്. സോ വാട്ട് ഈസ് ടർബിഡിറ്റി എന്നുള്ളതിന് മറ്റൊരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ടർബിഡിറ്റി ഈസ് എ മെഷർ ഓഫ് ദ ഡിഗ്രി ടു വിച്ച് ദ വാട്ടർ ലോസസ് ഇറ്റ്സ് ട്രാൻസ്പെറൻസി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്. വാട്ടറിന് അതിൻ്റെ ട്രാൻസ്പാരൻസി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് പ്രസൻ്റ് ആവുമ്പോൾ അതിൻ്റെ ട്രാൻസ്പാരൻസി അതിന് നഷ്ടപ്പെടുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടർബിഡിറ്റി എന്ന് പറയുന്നത്. ഇനി ടർബിഡിറ്റിയെ അല്ലെങ്കിൽ ടർബിഡിറ്റി ഉണ്ടാവാൻ കാരണമായിട്ടുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ചില ഓർഗാനിസംസ്, ആൽഗി അല്ലെങ്കിൽ ഫൈറ്റോ പ്ലാങ്ക്ടൺ, അല്ലെങ്കിൽ എറോഷൻ വഴി, ഇപ്പോൾ റിവറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എറോഷൻ വഴി സെഡിമെൻറ്റ്സ് ഡെപ്പോസിറ്റഡ് ആവുകയും അല്ലെങ്കിൽ ഡെപ്പോസിറ്റഡ് ആയ സെഡിമെൻറ്റ്സ് തന്നെ വീണ്ടും സസ്പെൻഷനിൽ വരികയൊക്കെ ചെയ്യും. അത് ടർബിഡിറ്റിക്ക് കാരണമാവും. പിന്നെ നമ്മൾ അറിയാം, നമ്മുടെ നദികളിലൊക്കെ വേസ്റ്റ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ആ വേസ്റ്റ് കാരണം നദികളിലെ വെള്ളത്തിൽ ടർബിഡിറ്റി ഉണ്ടാകും. പിന്നെ ഏർബൻ റൺ ഓഫ്, ഇതെല്ലാം ടർബിഡിറ്റിക്ക് കാരണമാകുന്ന ഒരു പോയിൻറ്റ്സ് ആണ്. നെക്സ്റ്റ്, ടർബിഡിറ്റിയെ പറ്റി പറയുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ PSC അല്ലെങ്കിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഓർത്ത് വെക്കേണ്ട 2 കാര്യങ്ങളാണ്. ടർബിഡിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ നെഫ്ലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ്, അതല്ലെങ്കിൽ നമ്മൾ PPMലും എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഇനി ടർബിഡിറ്റി ഈസ് മെഷേർഡ് ഇൻ സ്റ്റാൻഡേർഡ് സിലിക്ക സ്കെയിൽ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് സിലിക്ക സ്കെയിലാണ് മെഷർ ചെയ്യുന്നത്. ഇനി അത് എക്സ്പ്രസ് ചെയ്യുന്നത് NTUവിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്, പാർട്സ് പെർ മില്യൺ PPMലും എക്സ്പ്രസ് ചെയ്യാറുണ്ട്. സോ ഈ 2 പോയിൻറ്റ്സും ഒന്ന് ഓർത്ത് വച്ചേക്കാം. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഒരു ടർബിഡിറ്റി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 milligram ഓഫ് ഫൈൻലി ഡിവൈഡഡ് സിലിക്ക ഇൻ ദ ഫോം ഓഫ് ഫുള്ളേഴ്സ് ഡിസോൾവ്ഡ് ഇൻ 1 liter ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ. അതിനെയാണ് നമ്മൾ ഒരു ടർബിഡിറ്റി യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ നെഫ്ലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് നെഫ്ലോമീറ്റർ വെച്ച് മെഷർ ചെയ്യുമ്പോൾ ഉള്ളതാണ്. അതേപോലെ ജാക്സൺസ് ടർബിഡിറ്റി യൂണിറ്റ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണോ യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്നത് അത് വെച്ചിട്ട് നമുക്ക് ടർബിഡിറ്റി യൂണിറ്റ് പറയാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് NTUവും PP പാർട്സ് പെർ മില്യണിലുമാണ് നമ്മൾ സാധാരണ പറയാറ്. സോ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ടർബിഡിറ്റി യൂണിറ്റ്, അത് എന്തുമായിക്കോട്ടെ, ഒരു ടർബിഡിറ്റി യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 1 milligram ഓഫ് ഫൈൻലി ഡിവൈഡഡ് സിലിക്ക ഇൻ ദ ഫോം ഓഫ് ഫുള്ളേഴ്സ് എർത്ത് ഇസ് ഡിസോൾവ്ഡ് ഇൻ 1 liter ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ. അതിനെയാണ് ഒരു ടർബിഡിറ്റി യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടർബിഡിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത്, ഒന്ന് ടർബിഡിറ്റിയുടെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്,
അത് ഏത് സ്കെയിലിലാണ്, സിലിക്ക സ്കെയിലിലാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിക്കാറുണ്ട്. പിന്നീട് ചോദിക്കുന്ന ഒന്നാണ് ഈ ഒരു ഡെഫിനേഷൻ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റാൻഡേർഡ് സിലിക്ക സ്കെയിൽ സിലിക്ക സ്കെയിലിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിൽ അല്ലെങ്കിൽ പോർട്ടബിൾ വാട്ടറിൽ എത്ര ടർബിഡിറ്റി പെർമിസിബിൾ ആണ് എന്നുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അത് ആൻസർ വരിക ഇറ്റ് ഈസ് 10 ppm. ppmലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് 10 ppm ആണ് ആൻസറായിട്ട് വരുന്നത്. ഓൺ സ്റ്റാൻഡേർഡ് സിലിക്ക സ്കെയിൽ മാക്സിമം പെർമിസിബിൾ ടർബിഡിറ്റി ഇൻ പോർട്ടബിൾ വാട്ടർ ഇസ് 10 ppm എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പം ഇതും ടർബിഡിറ്റിയിലെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യനാണ്. ഇനി NTUവിൽ പറയുവാണെന്നുണ്ടെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 5 NTUവിനെക്കാട്ടിലും കൂടാൻ പാടില്ല. വളരെ ഡിസൈറബിളായിട്ട് നമുക്ക് 1 NTUവിനെക്കാട്ടിലും കുറവാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ 5 NTUവിനെക്കാട്ടിലും ഒരിക്കലും കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനി PPMൽ നമ്മൾ പറയുമ്പോൾ ആ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 10 ppm ആണ്. റേഞ്ച് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് 5 to 10 ppm ആണ് കേട്ടോ, റേഞ്ച് ചോദിക്കുവാണെങ്കിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ ടർബിഡിറ്റിയെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ടർബിഡിറ്റി മീറ്റേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ലൈറ്റ് അബ്സോർപ്ഷൻ പ്രിൻസിപ്പിളിലും വർക്ക് ചെയ്യുന്നതാണ്. അത് ജാക്സൺസ് ടർബിഡിറ്റി മീറ്റർ, ബെയ്ലിസ് ടർബിഡിറ്റി മീറ്റർ ആൻഡ് ഹെലിഷ് ടർബിഡിറ്റി മീറ്റർ. ഇതെല്ലാം ലൈറ്റ് അബ്സോർപ്ഷൻ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. ലൈറ്റ് അബ്സോർപ്ഷൻ പ്രിൻസിപ്പിളിലാണ് ഈ 3 ടർബിഡിറ്റി മീറ്റേഴ്സും വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത ലൈറ്റ് സ്കാറ്ററിങ് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നതാണ് നെഫലോമീറ്റർ. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മെയിനായിട്ട് ചോദിക്കുന്നത് ലൈറ്റ് സ്കാറ്ററിങ് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ടർബിഡിമീറ്റർ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ആൻസർ വരിക നെഫലോമീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൈസ് ഓഫ് സസ്പെൻഡഡ് സോളിഡ് ലൈസ് ഇൻ ദ റേഞ്ച് ഓഫ്, അത് ആൻസർ ഓപ്ഷൻ സി ആണ്. 10⁻⁻1 ആണ് കേട്ടോ. ഇത് 10⁻⁻1 to 10⁻³ mm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 JTU is equivalent to turbidity produced by. ഇപ്പോൾ ഒരു JTU എന്നുള്ളത് എന്താണ്? നമ്മൾ പറഞ്ഞു ഒരു ടർബിഡിറ്റി യൂണിറ്റിനെ നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഇസ് 1 milligram ഓഫ് ഫൈൻ സിലിക്ക ഡിസോൾവ്ഡ് ഇൻ ദ ഫോം ഓഫ് ഫുള്ളേഴ്സ് ഇൻ 1 liter ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ അല്ലേ. അപ്പോൾ 1 JTU is ആൻസർ ഇസ് ഓപ്ഷൻ എ, 1 milligram ഓഫ് ഫൈൻ സിലിക്ക ഡിസോൾവ്ഡ് ഇൻ 1 liter ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ് റിഗാർഡിംഗ് ടർബിഡിറ്റി? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് ആൻ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ലൈറ്റ് ഇസ് അബ്സോർബ് ബൈ പാർട്ടിക്കിൾസ് ഇൻ ദ വാട്ടർ. അത് കറക്റ്റ് അല്ലേ? ലൈറ്റിൻ്റെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ആണ് ടർബിഡിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത്, ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ PPM, NTU, JTU ഇതിലൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട് ടർബിഡിറ്റി. മെയിനായിട്ട് PPMലും NTUവിലൊക്കെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫൈനസ് ഓഫ് പാർട്ടിക്കിൾ പ്രസൻറ്റ് ഇൻ വാട്ടർ. അതുമാണ് നമ്മുടെ വാട്ടറിൽ എത്ര തോളം സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഉണ്ട്, എത്ര ഫൈനസ്സിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, ഇതെല്ലാം ടർബിഡിറ്റി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഏറ്റവും അവസാനത്തേത്, ടർബിഡിറ്റി റോഡ് ഇസ് എ ലബോറട്ടറി മെത്തേഡ് ടു മെഷർ ടർബിഡിറ്റി. അത് ഫാൾസ് ആണ്. അത് ഫീൽഡ് മെത്തേഡാണ്. നമ്മൾ ടർബിഡിറ്റി മെഷർമെൻറ്റ്സിലെ ലൈറ്റ് സ്കാറ്ററിങ്, ലൈറ്റ് അബ്സോർപ്ഷൻ പ്രിൻസിപ്പിൾ അത് വെച്ച് മെഷർ ചെയ്യുന്ന, അത് വെച്ച് വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ കാര്യം പറഞ്ഞാലും അതിൻ്റെ അകത്ത് പറയാത്ത ഒന്നാണ് ടർബിഡിറ്റി റോഡ്. ടർബിഡിറ്റി റോഡ് എന്ന് പറഞ്ഞാൽ അത് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫീൽഡിൽ ഒരു വാട്ടറിൻ്റെ ടർബിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടർബിഡിറ്റി റോഡ് എന്നുള്ള ഇൻസ്ട്രുമെൻറ്റ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി ആണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. When the depth of insertion of turbidity rod increases, the reading in the turbidity rod, അതായത് അതിൻ്റെ ഡെപ്ത് ഓഫ് ഇൻസേർഷൻ ഇപ്പോൾ സപ്പോസ് കൂടുതലാണ്, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഡെപ്തിൽ ടർബിഡിറ്റി റോഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റീഡിങ് ഇൻ ടർബിഡിറ്റി റോഡ്, അപ്പം ഈ ഒരു ടർബിഡിറ്റി റോഡിൻ്റെ റീഡിങ്ങിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇതിൻ്റെ അകത്തുള്ള റീഡിങ് എന്തായിരിക്കും? കുറവായിരിക്കും. ദ റീഡിങ് ഇൻ ദ ടർബിഡിറ്റി റോഡ് ഡിക്രീസസ് എന്നുള്ളതാണ് ആൻസർ.
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ല ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ടർബിഡോമീറ്റർ, ഇത് SSC JEക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ദ ടർബിഡിമീറ്റർ യൂസിങ് കൊബാൾട്ട് പ്ലേറ്റ് യൂസ് ചെയ്യുന്ന ടർബിഡിമീറ്റർ ഇസ് ബെയിലിസ് ടർബിഡിമീറ്റർ ആണ് കേട്ടോ. സോ ഇത് SSC JEയുടെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇനി നമ്മൾ ടർബിഡിറ്റി കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺലൈറ്റ് കൂടുതൽ ഈ സ്കാറ്റേർഡ് മെറ്റീരിയൽസ് പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്യും. അപ്പോൾ വെള്ളത്തിൻ്റെ ചൂട് കൂടും. അങ്ങനെ ചൂട് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഓർഗാനിസത്തിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ടർബിഡിറ്റി കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. സോ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് അബ്സോർബ് ഹീറ്റ് ഫ്രം ദ സൺലൈറ്റ് മേക്കിംഗ് ടർബിഡ് വാട്ടേഴ്സ് ബിക്കം വാർമർ ആൻഡ് സോ റെഡ്യൂസസ് എ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ദ വാട്ടർ. അപ്പം ഓക്സിജൻ ഡിസോൾവ്സ് ബെറ്റർ ഇൻ കോൾഡ് വാട്ടർ. അപ്പം ഓക്സിജൻ്റെ ഡിസോൾവിങ് കുറയ്ക്കും. നമ്മുടെ വെള്ളത്തിൻ്റെ ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓക്സിജൻ അതിൻ്റെ അകത്ത് ഡിസോൾവ് ചെയ്യത്തില്ല. സോ അതാണ് ടർബിഡിറ്റിയുടെ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ടർബിഡിറ്റി നമ്മൾ പറഞ്ഞ ആ ഒരു പോർട്ടബിൾ വാട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ ലിമിറ്റിൻ്റെ അകത്ത് ആണ്. അതായത് 5 to 10 ppm ആ റേഞ്ചിൽ ആണ് നിർത്തേണ്ടത്. ഓക്കെ, അപ്പം ടർബിഡിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും മാക്സിമം വരാനുള്ള ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുന്ന സമയത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഓഫ് വാട്ടർ തന്നെയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.